കരുണക്കടലായ എല്ലാവരും അല്ലാഹു ചേർത്ത് തരട്ടെ. അല്ലാഹുവിനെ ദിക്റ് ചൊല്ലുക എന്നത് വലിയൊരു തൗഫീഖാണ്. അല്ലാഹുവിനെ ദിക്റ് ചൊല്ലുക എന്നത് വലിയൊരു തൗഫീഖാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാകട്ടെ. ടി അബ്ദുൽ ഖാദർ സാഹിബ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് ഇരുത്തിയിട്ട് പൊക്കുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം ഇല്ലാത്തപ്പോൾ പറയണമെന്ന് ഞാൻ കരുതിയതാണ്. നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് കിട്ടിയ ഒരു സമ്പത്ത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കണ്ണന്മാരുടെ കണ്ണേർ, ഹാസിദീങ്ങളുടെ ഹസദ്, ഫത്താനീങ്ങളുടെ ഫിത്ന, അക്രമകാരികളുടെ അക്രമങ്ങൾ, മുഴുവൻ ആഫത്ത് മുസീബത്തിൽ നിന്നും അല്ലാഹു അദ്ദേഹത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തന മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. ഞാൻ കുറേ നേതാക്കന്മാരെ കാണാറുണ്ട്. ഒരു ചെറിയൊരു നേതൃത്വം ഒരാൾക്ക് കിട്ടുമ്പോഴത്തേക്ക് തൊപ്പി അയച്ചു വെക്കുന്ന സ്വഭാവമാണ് പലരുണ്ടാവാറുള്ളത്. പക്ഷേ കാതറിച്ചയുടെ തലയിൽ അങ്ങനെയുള്ള സദസ്സുകളിൽ തൊപ്പി കാണാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാ സദസ്സും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബർക്കത്ത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ് പൊതുപ്രവർത്തനത്തിനെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തകന്മാർ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അവര് പ്രൗഢിയോടുകൂടി പ്രമാണിമാരായി പുഞ്ചിരിയോടുകൂടെ ഇസ്സത്തോടുകൂടെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതും അവര് മരണപ്പെട്ടു പോയാലും അവരുടെ സ്മരണകൾ ഈ ദുനിയാവിൽ ഇങ്ങനെ നിലനിൽക്കുന്നതിൽ അവർ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് അവർ ചെയ്ത